ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2023 ഫെബ്രുവരി മാസത്തിൽ കേരള PSC നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി 4 പാർട്ടായിട്ട് 80 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അതിൻ്റെ ലാസ്റ്റ് പാർട്ട് 20 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നേരെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 81. നമ്മൾ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. ആൽബുമിനേറിയ ഈസ് എ സൈൻ ഓഫ് ഡാഷ്. ആൽബുമിനേറിയ ഏതിൻ്റെ സൈഡിന് ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അബോഷൻ, ഓപ്ഷൻ ബി പ്രീ എക്ലാംസിയ, ഓപ്ഷൻ സി വെസിക്കുലാർ മോൾ, ഓപ്ഷൻ ഡി എക്ടോപിക് ജസ്റ്റേഷൻ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി പ്രീ എക്ലാംസിയ. പ്രീ എക്ലാംസിയയുടെ സൈനാണ് ആൽബുമിനേറിയ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 82. പെർ വജൈനൽ എക്സാമിനേഷൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ. ഓപ്ഷൻ എ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ, ഓപ്ഷൻ ബി സെപ്സിസ്, ഓപ്ഷൻ സി ആൻറ്റിപാർട്ടം ഹെമറേജ്, ഓപ്ഷൻ ഡി പ്രൈമിഗ്രാവിഡ. പെർ വെജനൽ എക്സാമിനേഷൻ ആർക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കണ്ടീഷനുള്ളവർക്കാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആൻറ്റിപാർട്ടം ഹെമറേജ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 83. ദ ഫോളോയിങ് ഈസ് എ ഹൈ റിസ്ക് പ്രഗ്നൻസി എക്സെപ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രൈമിഗ്രാവിഡ എബോവ് 35 ഇയേഴ്സ്, ഓപ്ഷൻ ബി സിവിയർ അനീമിയ, ഓപ്ഷൻ സി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഓർ ഹാർട്ട് ഡിസീസ്, ഓപ്ഷൻ ഡി മൾട്ടിഗ്രാവിഡ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി മൾട്ടിഗ്രാവിഡ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 84. ആവറേജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ലോസ് ഡ്യൂറിങ് നോർമൽ ലേബർ. നോർമൽ ലേബറിൻ്റെ ടൈമിൽ നഷ്ടമാകുന്ന ബ്ലഡിൻ്റെ ആവറേജ് എമൗണ്ട് എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 500 ml, ഓപ്ഷൻ ബി 1000 ml, ഓപ്ഷൻ സി 1500 ml, ഓപ്ഷൻ ഡി 1200 ml. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ 500 ml. ഈ സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഓരോ ടൈപ്പ് ഓഫ് ഡെലിവറിക്കും എത്ര ആവറേജ് ബ്ലഡ് ലോസ് എത്രയെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വജൈനൽ ഡെലിവറി ആണെങ്കിൽ 500 ml, സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ 1000 ml, അങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 85. പ്യൂപ്പേറിയം ഈസ്. എന്താണ് പ്യൂപ്പേറിയം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദ പീരിയഡ് ഫ്രം ദ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ടിൽ 4 weeks, ഓപ്ഷൻ ബി the period from the third stage of labor till 6 weeks, option C the period from the third stage of labor till 10 weeks, option D the period from the third stage of labor till 12 weeks. എന്താണ് പ്യൂപ്പേറിയം? അതിൻ്റെ കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ദ പീരിയഡ് ഫ്രം ദ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ടിൽ 6 weeks. തേർഡ് സ്റ്റേജ് മുതൽ ലേബറിൻ്റെ തേർഡ് സ്റ്റേജ് മുതൽ കഴിഞ്ഞിട്ടുള്ള 6 ആഴ്ച വരെയാണ് എന്തെന്ന് പറയുന്നത് പ്യൂപ്പേറിയം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 86. ഏർലി സൈൻ ഓഫ് വീനസ് ത്രോംബോസിസ് ഇൻ ദ പോസ്റ്റ്നേറ്റൽ പീരിയഡ് ഈസ്. പോസ്റ്റ്നേറ്റൽ പീരിയഡിലുള്ള വീനസ് ത്രോംബോസിസിൻ്റെ ഏർലി സൈൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പെയിൻ ഇൻ ആങ്കിൾ വെൻ ഫുഡ് ഈസ് ബെൻഡ്, ഓപ്ഷൻ ബി ഡിഫിക്കൽറ്റി ഇൻ വാക്കിംഗ്, ഓപ്ഷൻ സി അബ്ഡോമിനൽ പെയിൻ, ഓപ്ഷൻ ഡി പെയിൻ ഇൻ ദ കാഫ് ഓഫ് ലെഗ് വെൻ ദ ഫുട്ട് ഈസ് ബെൻഡ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി പെയിൻ ഇൻ ദ കാഫ് ഓഫ് ദി ലെഗ് വെൻ ഫുട്ട് ഈസ് ബെൻഡ്. കാഫ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗമാണ് കാഫ് എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ വേദന ഉണ്ടാവും. കാല് മടക്കുന്ന സമയത്ത് കാഫ് മസിലിന് വേദന ഉണ്ടാവും. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 87. MTP ആക്ട് വാസ് പാസ്ഡ് ഇൻ. MTP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നിലവിൽ വന്ന വർഷം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1965, ഓപ്ഷൻ ബി 1969, ഓപ്ഷൻ സി 1971, ഓപ്ഷൻ ഡി 1974. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി 1971
MTP ആക്ട് നിലവിൽ വന്നത്? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 88. എ പ്രൊസീജിയർ ബൈ വിച്ച് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് ഒബ്റ്റെയിൻഡ്. ഓപ്ഷൻ എ അമ്നിയോസിന്തസിസ്, ഓപ്ഷൻ ബി കൊറിയോണിക് വില്ലേജ് സാമ്പിളിംഗ്, ഓപ്ഷൻ സി ഫീറ്റോസ്കോപ്പി, ഓപ്ഷൻ ഡി മൗൾഡിംഗ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ അമ്നിയോസിന്തസിസ്. അമ്നിയോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്മോൾ എമൗണ്ട് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് റിമൂവ്ഡ് ഫോർ ലബോറട്ടറി ടെസ്റ്റിംഗ്. ലബോറട്ടറി ടെസ്റ്റിങ്ങിനായിട്ട് ചെറിയൊരു എമൗണ്ടിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന അല്ലെങ്കിൽ അതിന് പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് അമ്നിയോസിന്തസിസ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 89. ആവറേജ് വെയ്റ്റ് ഗെയിൻ ഓഫ് മദർ ഡ്യൂറിങ് പ്രഗ്നൻസി ഈസ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ ഗെയിൻ ചെയ്യുന്ന ആവറേജ് വെയ്റ്റ് എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 8 kg, ഓപ്ഷൻ ബി 12 kg, ഓപ്ഷൻ സി 14 kg, ഓപ്ഷൻ ഡി 15 kg. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി 12 kg. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 90. ആക്ട് ഓഫ് ലീഗലി പ്ലേസിംഗ് എ ചൈൽഡ് വിത്ത് എ പേരൻറ്റ് ഓർ പേരൻസ് അതർ ദാൻ ദോസ് ഹൂം ദേ വെയർ ബോൺ. ഓപ്ഷൻ എ സറോഗസി, ഓപ്ഷൻ ബി സെപ്പറേഷൻ, ഓപ്ഷൻ സി അഡോപ്ഷൻ, ഓപ്ഷൻ ഡി കോൺട്രാക്റ്റ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ അഡോപ്ഷൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 91. നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് അറ്റ് ടേം ഈസ് ഡാഷ്. ടേം ആകുന്ന സമയത്ത് നോർമൽ ഫീറ്റൽ ഹാർട്ട് ബീറ്റ് എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്, ഓപ്ഷൻ ബി 80 to 120 ബീറ്റ്സ് പെർ മിനിറ്റ്, ഓപ്ഷൻ സി 120 and 160 ബീറ്റ്സ് പെർ മിനിറ്റ്, ഓപ്ഷൻ ഡി 140 and 200 ബീറ്റ്സ് പെർ മിനിറ്റ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി 120 to 160 ബീറ്റ്സ് പെർ മിനിറ്റ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 92. ഫുൾ ഡയലറ്റേഷൻ ഓഫ് സെർവിക്സ് ഈസ്. സെർവിക്സിൻ്റെ ഫുൾ ഡയലറ്റേഷൻ എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 12 cm, ഓപ്ഷൻ ബി 10 cm, ഓപ്ഷൻ സി 8 cm, ഓപ്ഷൻ ഡി 6 cm. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി 10 cm. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 93. ഡെഫിനിറ്റ് സൈൻ ഓഫ് പ്ലാസൻ്റൽ സെപ്പറേഷൻ ഡ്യൂറിങ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എക്സെപ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നത് തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൻ്റെ സമയത്ത് പ്ലാസൻ്റൽ സെപ്പറേഷൻ്റെ ഡെഫിനിറ്റ് സൈൻ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലെങ്തനിങ് ഓഫ് കോഡ്, ഓപ്ഷൻ ബി സഡൻ ഗുഷ് ഓഫ് ബ്ലഡ്, ഓപ്ഷൻ സി റൈസ് ഓഫ് ദി യൂട്രസ് ഇൻ ദ അബ്ഡോമൻ, ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ മെറ്റേണൽ പൾസ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ മെറ്റേണൽ പൾസ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 94. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ഫ്രം മദർ ടു ബേബി ഡ്യൂറിങ് ഡെലിവറി. ഡെലിവറിയുടെ സമയത്ത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരാത്ത അസുഖം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടീനിയ വെർസിക്കളർ, ഓപ്ഷൻ ബി HIV ഓർ എയ്ഡ്സ്, ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് ബി, ഓപ്ഷൻ ഡി ഗോണോകോക്കസ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ടീനിയ വെസിക്കളർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 95. ഇൻ നോർമൽ ഡെലിവറി ബ്രസ്റ്റ് ഫീഡിംഗ് ഷുഡ് ബി ഇനിഷ്യേറ്റഡ്. നോർമൽ ഡെലിവറിയിൽ എത്ര മണിക്കൂറിനുള്ളിലാണ് ബ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിത്തിൻ 6 hours, ഓപ്ഷൻ ബി വിത്തിൻ 4 hours, ഓപ്ഷൻ സി വിത്തിൻ 2 hours, ഓപ്ഷൻ ഡി വിത്തിൻ 1 hour. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി വിത്തിൻ 1 hour. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 96. ഫോളോയിങ് ആർ യൂസ്ഡ് ഇൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എക്സെപ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ LH, ഓപ്ഷൻ ബി GnRH, ഓപ്ഷൻ സി പ്രൊലാക്റ്റിൻ, ഓപ്ഷൻ ഡി ക്ലോമിഫെനി.
കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിൽക്ക് സെക്രീഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 97. മെനാർക്കി ഈസ്. എന്താണ് മെനാർക്കി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എൻഡ് ഓഫ് മെൻസ്ട്രേഷൻ, ഓപ്ഷൻ ബി പെയിൻ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ, ഓപ്ഷൻ സി പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ, ഓപ്ഷൻ ഡി ബിഗിനിങ് ഓഫ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ബിഗിനിങ് ഓഫ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 98. ഇഫ് എ ലേഡി പ്ലാൻസ് ഫോർ എ pregnancy, it is better to take the following 3 months prior to pregnancy to prevent neurological damage in the fetus. ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ കെ, ഓപ്ഷൻ സി ഫോളിക് ആസിഡ്, ഓപ്ഷൻ ഡി അയൺ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ഫോളിക് ആസിഡ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 99. എൻഗേജ്മെൻറ്റ് ഓഫ് ഫീറ്റൽ ഹെഡ് ഇൻ പ്രൈമി ഒക്കേഴ്സ്. പ്രൈമി ഗ്രാവിഡയിൽ ഫീറ്റൽ ഹെഡ് എൻഗേജ്മെൻറ്റ് നടക്കുന്നത് എപ്പോഴെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2 weeks prior to the onset of labor, ഓപ്ഷൻ ബി 4 weeks prior to the onset of labor, ഓപ്ഷൻ സി with the onset of labor, ഓപ്ഷൻ ഡി during the second stage of labor. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ 2 weeks prior to the onset of labor. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 100. ഫോട്ടോതെറാപ്പി ഈസ് യൂസ്ഡ് ഇൻ. ഏത് കണ്ടീഷന് വേണ്ടിയിട്ടാണ് ഫോട്ടോതെറാപ്പി യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈപ്പർ ടെൻഷൻ, ഓപ്ഷൻ ബി ഹൈപ്പർ ബിലിറുബിനമിയ, ഓപ്ഷൻ സി ഹൈപ്പർ തെർമിയ, ഓപ്ഷൻ ഡി സീഷർ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ഹൈപ്പർ ബിലിറുബിനമിയ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവേഴ്സ് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണിത്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കുക, നന്നായിട്ട് വായിക്കുക, ഒരുപാട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇഷ്ടം പോലെ വർക്കൗട്ട് ചെയ്യുക. അറിയത്തില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇതോടെ കഴിയുകയാണ്. നമ്മൾ 2023 ഫെബ്രുവരി മാസത്തിൽ കേരള PSC നടത്തിയിട്ടുള്ള എക്സാമിൽ 100 ക്വസ്റ്റ്യൻസും ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനിപ്പം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.